ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിസേൽ. പാതി മലയാളിയായ ജിസേൽ ഹിന്ദി ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥിയായിരുന്നു. തുടക്കത്തിൽ ജിസേൽ എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നാൽ ഹൗസിൽ കയറി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ താൻ എത്രത്തോളം ശക്തയായ മത്സരാർത്ഥിയാണെന്ന് ജിസേൽ തെളിയിച്ചു. ഹൗസിനുള്ളിലെ ആൺ-പെൺ വ്യത്യാസമില്ലാതെ ഭൂരിഭാഗം മത്സരാർത്ഥികളും ജിസേലിന് പിന്തുണ നൽകിയാണ് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് താരത്തിന്റെ റൂൾ ബ്രേക്ക് പോലും ഹൗസിൽ ചർച്ച വിഷയമാകുന്നില്ല. ഇപ്പോഴിതാ ജിസേലിന്റെ ഒരു വീഡിയോയാണ് BB ഫാൻ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതും ചർച്ചയാകുന്നതും. 10-20ഓളം ആളുകൾ ഒരുമിച്ച് അടച്ചിട്ട ഒരു വീട്ടിൽ 100 ദിവസത്തോളം സർവൈവ് ചെയ്യുക എന്നതാണ് ബിഗ് ബോസ് ഷോ. അതുകൊണ്ട് തന്നെ വൃത്തിക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട്. അല്ലാത്ത പക്ഷം രോഗങ്ങൾ അതിവേഗത്തിൽ വരും. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അടക്കം അതിൻ്റേതായ ശുചിത്വവും പാലിക്കാൻ പൊതുവെ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ പൊതുജനം ചർച്ച ചെയ്തത് മത്സരാർത്ഥികളുടെ വൃത്തിയില്ലായ്മയായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളും വിമർശനവും ലഭിച്ചത് സെക്കൻഡ് റണ്ണറപ്പായ ജാസ്മിൻ ജാഫറിനായിരുന്നു. ബാത്റൂമിൽ അടക്കം ചെരുപ്പിടാതെ പ്രവേശിച്ച ശേഷം സോഫയിൽ കാൽ കയറ്റിവെച്ച് ഇരിക്കുന്നതും കാലിലെ നഖം വായ കൊണ്ട് കടിച്ച് പൊട്ടിക്കുന്നതും അപ്സരയ്ക്കൊപ്പം ചായ എടുക്കുന്ന സമയത്ത് തുമ്മിയിട്ടും അതേ ചായ തന്നെ ഒപ്പമുള്ളവർക്ക് നൽകിയതും ഉപയോഗിച്ച ടിഷ്യൂ എല്ലായിടത്തും ഉപേക്ഷിക്കുന്നതും ഒക്കെയായിരുന്നു കാരണം. ചായ ഉണ്ടാക്കിയ ശേഷം എല്ലാ ചേരുവകളും പാകമാണോ എന്ന് നോക്കാൻ അല്പം സ്പൂണിലെടുത്ത് ജിസേൽ കുടിച്ചു നോക്കുന്നു. ശേഷം അതേ സ്പൂൺ കഴുക പോലും ചെയ്യാതെ വീണ്ടും ചായയിൽ ഇട്ടു. സമീപത്ത് ജിസേലിനൊപ്പം നെവിൻ അടക്കം എല്ലാവരും ഉണ്ടായിരുന്നുവെങ്കിലും ആരും ചോദ്യം ചെയ്യുകയോ തെറ്റു ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തില്ല. വീഡിയോ വൈറലായതോടെ മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ജിസേലിന്റെ ഈ പ്രവൃത്തിയുടെ വീഡിയോ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. എന്നാൽ ജാസ്മിന് ലഭിച്ചതുപോലൊരു വിമർശനം ഈ വിഷയത്തിൽ BB പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ജിസേലിന് നേരെ തൊടുത്തുവിടുന്നില്ല. ജിസേലിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഈ സംഭവം ഹൗസിൽ മറ്റൊരു വലിയ വഴക്കിന് കാരണമാകുമായിരുന്നു. കഴിഞ്ഞ ദിവസം ചൂലുപയോഗിച്ചതിൻ്റെ പേരിൽ അനീഷിനെ ബിന്നി അടക്കമുള്ള സഹമത്സരാർത്ഥികൾ വിമർശിച്ചിരുന്നു. സംസാരിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിന് എതിരെ നിരന്തരം പ്രതികരിക്കുന്നയാളാണ് ബിന്നി. അങ്ങനെയൊരു സാഹചര്യത്തിൽ ജിസേലിൻ്റെ പ്രവൃത്തിയോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ ആകാംക്ഷയുള്ളതായും കമൻറ്റുകളുണ്ട്. ഇന്നും നാളെയുമാണ് വീക്കെൻഡ് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുക. ഈ ആഴ്ചയിൽ അനുമോൾ ജിസേൽ കാറ്റ് ഫൈറ്റാകും മോഹൻലാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക. കാരണം ഫിസിക്കൽ അസൾട്ടിൻ്റെ വക്കുവരെ എത്തിയതായിരുന്നു ഇരുവരുടെയും വഴക്ക്. അനുമോളെ ജിസേൽ കള്ളി എന്ന് വിളിച്ചതാണ് ഇരുവരും തമ്മിലുള്ള ശീതയുദ്ധം വഷളാകാൻ കാരണമായത്. അതേസമയം ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ അനുവും ജിസേലുമുണ്ട്.